നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്നും ആദ്യമായി ഞാൻ ലീവിന് വന്ന സമയം ഈ കടൽ തീരത്ത് വെച്ചാണ് ആദ്യമായി ഞാൻ അവളെ കാണുന്നത്. ഒരു വർണ്ണത്തുമ്പിയെ പോലെ പാറി നടന്ന അവൾ ഒരു സംഘം ആളുകളോടൊപ്പം ഏതോ വിനോദയാത്രയിലായിരുന്നു. വീട്ടിൽ എനിക്ക് തിരക്കിട്ട കല്യാണ ആലോചനകൾ നടക്കുകയായിരുന്നു. ഒരു വിവാഹം കഴിക്കുമെങ്കിൽ അത് അവളെ മാത്രമായിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ പപ്പായും മമ്മിയും അവളുടെ വീട് അന്വേഷിച്ചു പോയി. വലിയ സമ്പത്തുള്ള ഒരു തറവാട്ടിലെ ഏക മകളായിരുന്നു അവൾ. പക്ഷേ അവൾ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. വീക്കെൻഡിൽ വീണ് കിട്ടിയ അവധി ദിനം ആഘോഷിക്കാൻ വീട്ടിലെത്തിയ അവൾ ദൂരെ കുന്നിൻ ചെരുവിലുള്ള കോൺവെന്റിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ഞാൻ ഈശോയുടെ മണവാട്ടിയാണ്. ഈശോയ്ക്കായി മാത്രം ജീവിക്കും. എൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നു. എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എല്ലാം ഞാൻ ഈശോയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ പ്രണയത്തിപ്പൂവാണ്, ഈശോയുടെ പ്രണയത്തിപ്പൂവ്. ഇത്രയേറെ സമ്പത്തും സുഖസൗകര്യങ്ങളും ഇത്രയേറെ സൗന്ദര്യവും എല്ലാം ഉണ്ടായിട്ടും ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് സേവനത്തിന്റെയും ലാളിത്യത്തിന്റെയും വഴി തിരഞ്ഞെടുത്ത അവളോട് എനിക്കൊരുപാട് ആദരവ് തോന്നി. ഞാൻ തീരുമാനിച്ചു, എനിക്കും ഈശോയുടെ പാതയിൽ ജീവിക്കണം. ഗൾഫിലേക്കുള്ള മടക്കയാത്ര ഉപേക്ഷിച്ച് ഞാൻ വൈദിക പഠനത്തിനായി ഇറങ്ങി തിരിച്ചു. അവൾ അന്ന് പറഞ്ഞതുപോലെ നിത്യമായ സ്നേഹവും നിത്യമായ സമാധാനവും ഈശോ എനിക്ക് നൽകുന്നു. രോഗദുരിതങ്ങളാൽ വേദനിക്കുന്നവരെ, സ്നേഹവും സമാധാനവുമില്ലാതെ ജീവിതം കൈവിട്ടു പോകുന്നവരെ ഞങ്ങൾ ഈശോയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. ശാശ്വതമായ സമാധാനവും നിത്യമായ രക്ഷയും വാഗ്ദാനം ചെയ്ത് ഈശോ നമ്മളെ മാടി വിളിക്കുന്നു. അങ്ങനെ ഇരിക്കവെയാണ് അപ്രതീക്ഷിതമായി ഞാൻ അവളുടെ മരണവാർത്ത അറിയുന്നത്.